എല്ലാവർക്കും നമസ്കാരം. എല്ലാവരോടും എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അതുവഴി കേരളത്തിലെ ജനങ്ങളോട് തീർച്ചയായിട്ടും ശ്രീലേഖ IPS മലയാളത്തിന് വളരെ സുപരിചിതയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് മലയാളത്തിലെ, കേരളത്തിലെ. DGP ആയിരുന്നു. പോലീസിൽ ഒരുപാട് പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ധീര വനിതയായിട്ട് കണക്കാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു അവർ. പോലീസിൽ സ്ത്രീകളുടെ സമത്വത്തിനു വേണ്ടി, അവരുടെ പ്രത്യേകമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായ എല്ലാം വളരെ വിപ്ലവകരമായിട്ടുള്ള പല തീരുമാനങ്ങളും ധീരമായിട്ട് എടുത്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. അതുമാത്രമല്ല, വളരെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരി കൂടിയാണ് ശ്രീലേഖ IPS. അവരുടെ നോവലുകൾ മലയാള സാഹിത്യത്തിൽ ഈ അടുത്ത ദിവസം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അവരെ കാണാൻ വന്ന സമയത്ത് പറയുണ്ടായി. മഹാബലിയെ സംബന്ധിച്ചുള്ള പുതിയ അവരുടെ നോവൽ ബലിപദം അല്ലേ, തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിൽ വിറ്റഴിയുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഈ നവരാത്രി കാലത്ത് ഒരു ധീര വനിതയെ, പ്രത്യേകിച്ച് ശക്തി ഉപാസകരുടെ ഉത്സവമാണിപ്പോൾ. സ്ത്രീകൾ വളരെയധികം പ്രാധാന്യത്തോടെ കണക്കാക്കുന്ന ഒരു ആഘോഷമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഈ നവരാത്രി കാലത്ത് അവരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാൻ, അവരെ പ്രാഥമിക അംഗത്വം കൊടുക്കാൻ കഴിഞ്ഞതിൽ ഒരു അഭിമാന മുഹൂർത്തമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. മാത്രമല്ല, ഇന്നലെ ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഭാരതീയ ജനതാ പാർട്ടി അത്യുജ്വലമായിട്ടുള്ള മുന്നേറ്റം നടത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശ്രീമതി ശ്രീലേഖ IPS ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ അവർ തീർച്ചയായിട്ടും ഈ നാടിനു വേണ്ടി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയുടെ നേതൃത്വം, ഞാൻ ഇവിടെ അവരോട് സംസാരിക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞ ഏക കാരണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളിൽ രാജ്യത്തിന്റെ പുരോഗതി അധികം താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് BJPയിൽ ചേരാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. സർവാത്മന അവരെ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ അവരുടെ സേവനം, അവരുടെ അനുഭവ സമ്പത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ ഇത്രയും വലിയൊരു അനുഭവ സമ്പത്ത്, അവരുടെ സുഹൃത്ത് വലയം, അവര് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം BJPക്കും അതിന്റെ പ്രവർത്തകർക്കും ഒരു മുതൽക്കൂട്ടാവും, നാടിനും അതിനുള്ള പ്രയോജനം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ അവരെ ഹാർദമായി BJPയിലേക്ക് സ്വാഗതം അല്ല, RSSും BJPയും അതിനുള്ള എല്ലാ അയിത്തവും കേരളത്തിൽ അവസാനിച്ചിരിക്കുന്നു. നിങ്ങള് പ്രതിപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു അൺടച്ചബിൾ പാർട്ടിയായി BJPയെ കഴിഞ്ഞ 7 പതിറ്റാണ്ട് നിലനിർത്താൻ ശ്രമിച്ചു. ഞങ്ങൾ ആ മതിൽക്കെട്ടുകൾ പൊളിച്ച് ഇതൊരു അൺടച്ചബിൾ പാർട്ടിയല്ല, എല്ലാവരുടെയും പാർട്ടിയാണ്, സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കാൻ കഴിയുന്ന പാർട്ടിയാണ്, കൂടെ നിർത്താൻ കഴിയുന്ന പാർട്ടിയാണ് എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളിൽ സംജാതമായിരിക്കുന്നു. തീർച്ചയായിട്ടും സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഓരോ ദിവസവും BJPയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളവും BJPക്ക് ബാലികേറ മലയല്ല. 2026 തന്നെ കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള അക്ഷീണമായ പരിശ്രമത്തിലാണ് ഞങ്ങൾ ജയിക്കുമ്പോൾ പൂരം കലക്കിയാണ് ജയിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ആശ്വാസം കൊള്ളുക. ഞങ്ങൾ കേരളത്തിൽ അടിവെച്ച് മുന്നോട്ട് പോവുകയാണ്. IPSകാരെ മാത്രമല്ല, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുള്ള ആൾക്കാർ, ചലച്ചിത്ര താരങ്ങള്, അതുപോലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാര്, പൗരപ്രമുഖര്, സാംസ്കാരിക പ്രവർത്തകര്, ഈ മേഖലകളിലെല്ലാം ഞങ്ങൾ കാര്യമായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അല്ല, മെമ്പർഷിപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ച ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ഞാനും ജില്ലാ പ്രസിഡന്റും അതുപോലെ ശിവൻകുട്ടിയും എല്ലാം ഇവിടെ വന്നിരുന്നു. അവരോട് സംസാരിച്ചു.
അപ്പോൾ കുറച്ച് സമയം ആലോചിക്കാൻ, ഏതൊരു പ്രധാനപ്പെട്ട വ്യക്തിയെ ഞങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ്, കുറച്ച് സമയം ആലോചിക്കാനുള്ള ഒരു സമയം തരണം എന്ന് പറഞ്ഞു. പക്ഷേ സമയമായപ്പോൾ നല്ല സമയത്ത് അവർ ചേരാൻ തീരുമാനിച്ച വിവരം അറിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് മെമ്പർഷിപ്പ്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള ഒരു മാറ്റം അതാണ് രാജ്യത്ത്. എല്ലാ വിഭാഗം ജനങ്ങളെയും നരേന്ദ്രമോദിയും അവരുടെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ ആശയങ്ങളും ആകർഷിക്കണം. ആ ഒരു ആകർഷണ വലയത്തിൽ തന്നെയാണ് എല്ലാവരും ബി.ജെ.പിയിൽ ചേരുന്നത്. ടി.പി. സെൻകുമാറിന് പിന്നാലെയാണ് മറ്റൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ടോ? കാരണം ഇപ്പോൾ തന്നെ നിരവധി തെറ്റിദ്ധാരണകൾ ഇതുമായി ബന്ധപ്പെട്ട് പരക്കുന്നുണ്ട്. അത് ആളുകൾ ചേരുന്നത് തെറ്റിദ്ധാരണ, ശരിയായ ധാരണയല്ലേ? ഉന്നത ഉദ്യോഗസ്ഥർ RSSന് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്ന തരത്തിലുള്ള വിമർശനം, അതൊക്കെ നിരാശ കാമുകന്മാരുടെ വെറും വിലാപങ്ങൾ മാത്രമാണ്. ഞങ്ങൾ നല്ല നല്ല വ്യക്തികളെ തെരഞ്ഞുപിടിച്ച് പാർട്ടിയിലേക്ക് ചേർക്കുകയാണ്. ശ്രീലേഖ IPSന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അവരെ പോലെ ഇത്രയും എഫക്റ്റീവായിട്ട്, ഇത്രയും സംവേദനക്ഷമതയുള്ള, ഇത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെ, അത് ഒരു ആദ്യത്തെ IPS ഓഫീസറെ അവർ ഉണ്ടാക്കിയ ട്രാക്ക് റെക്കോർഡ് ചെറുതല്ല. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമാണ്. ശ്രീലേഖ IPS കൂടി ചേർന്നു മാഡം. മുന്നാലോചനയുടെ പുറത്ത് ബി.ജെ.പിയിലേക്ക് വരികയാണ്. ആഴ്ചത്തെ ആലോചന ഉണ്ടായിരുന്നു. വെറും 3 ആഴ്ചത്തെ ആലോചന. മുന്നാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയമേ ഉള്ളൂ. 2-3 ആഴ്ചക്ക് മുമ്പാണ് എന്നോട് ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞത്. എനിക്ക് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തു. നരേന്ദ്രമോദി പ്രഭാവമാണോ ബി.ജെ.പിയിലേക്ക് എത്തിച്ചത്? തീർച്ചയായും. ഏത് കാലഘട്ടം തൊട്ടാണ് ബി.ജെ.പി ശബരിമല വിഷയത്തിലൊക്കെ ഒന്നുമില്ല. ഞാനൊരു നിഷ്പക്ഷയായ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു 33.5 വർഷം. പ്രതിജ്ഞ എടുത്ത പോലെ തന്നെ ഞാനൊരു പാർട്ടിയിലും ചേരാതെ വളരെ നിഷ്പക്ഷമായി പ്രവർത്തിച്ചതാണ്. പക്ഷെ ഇപ്പോൾ റിട്ടയർമെന്റിന് ശേഷം പല കാര്യങ്ങളും മാറി നിന്ന് കാണാൻ തുടങ്ങിയല്ലോ. അതിനുശേഷം ഉള്ള എൻ്റെ അനുഭവത്തിന്റെയും എൻ്റെ അറിവിന്റെയും പശ്ചാത്തലത്തിൽ ഇതാണ് ഏറ്റവും നല്ല വഴി എന്ന് എനിക്ക് തോന്നി. ജനസമൂഹത്തിനെ സേവിക്കാൻ വേണ്ടി, തുടർന്നും സേവനം ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു അവസരമാണ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രം. അതെനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഈ വിശ്വാസം, ഇവരുടെ ആദർശങ്ങളോട് വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ കൂടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. മാഡം, ഒരു അംഗം എന്ന നിലയിലാണോ അതോ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി ഇറങ്ങാൻ പോകുന്നത്? തൽക്കാലം ഒരു അംഗമേ ആയിട്ടുള്ളൂ ഞാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാം. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരു അവസരം ലഭിച്ചാൽ എന്തായിരിക്കും? എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഈ ആദർശത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന് എനിക്ക് പറയാം. ജനസേവനമാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അണിയായി കൂടെ നിൽക്കുകയല്ലോ. ജനസേവനം അല്ലാതെ ആകാമല്ലോ. ഒരു മെസ്സേജ് പാസ് ഓൺ ചെയ്യാമല്ലോ. ഞാനിപ്പോ ഇതിന്റെ ഈ ബി.ജെ.പിയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം, അതൊരു വലിയ ജനസേവനമല്ലേ. ഒരു കാര്യം മാഡം, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ LGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ മാഡത്തിനിപ്പോ സർവീസിന് പുറത്തായിട്ടൊക്കെ സംസാരിക്കുന്ന തടസ്സമുണ്ടാവില്ല. അതിൽ ഒരു ചട്ടലംഘനമുണ്ടോ? എനിക്ക് തടസ്സമുണ്ട്. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത വിഷയമാണ്. നമുക്കിപ്പോ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ വിഷയം എന്തായാലും പോകുന്നുണ്ട്. ഈ വിഷയം മതി. ഇതിപ്പോ ഇന്ന് ഇതാണ് പ്രധാനം. മാഡം 3 ആഴ്ചയായി മാത്രമാണ് ഈ ആലോചന നടത്തിയിട്ടെന്ന് പറയുന്നു. പക്ഷേ സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥരൊക്കെയായി RSSകാരും അതുപോലെ ബി.ജെ.പിയും ഒക്കെ സജീവമായി ചർച്ച നടത്തുന്നുണ്ട്, കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഈ ഉയർന്നു നിൽക്കുന്ന ഒരു അതെനിക്കറിയില്ല. എന്നോട് വന്ന് പറഞ്ഞ കാര്യം എനിക്കറിയാവും, മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. വളരെ നന്ദി, വളരെ നന്ദി. ശ്രീലേഖ ബി.ജെ.പിയിൽ ചേർന്നു. കെ. സുരേന്ദ്രനിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു.